വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 2: വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ആരുടെ സ്മരണ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോസിയ. ക്വസ്റ്റ്യൻ നമ്പർ 3: ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു എന്ത് അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ഥലം. ക്വസ്റ്റ്യൻ നമ്പർ 4: ജസ്സയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 5: അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ ഡാഷ്. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൈകിയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6: അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ഡാഷ് ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8: ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ആരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 9: ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10: പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശാബത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11: സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12: എന്നിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13: ദൈവരാജ്യം ആരെപ്പോലുള്ളവരുടേതാണെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ.
ക്വസ്റ്റ്യൻ നമ്പർ 14. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർക്ക് വേഗം ഡാഷ് നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 16. അവർ ഡാഷ് അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജബൂസിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17. പാപികളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും എന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പത്തുട്ടുകൾ ഇടുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 19. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു ആരെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 20. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്ത് ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രവാചകൻ 41:18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിന്മ. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡാഷ് എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 23. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് ഡാഷ് ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കണ്ണുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 25. കർത്താവിനെ എങ്ങനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ കഴിവും ഉപയോഗിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഒരു ലേവ്യനെ ആരായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 27. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 28. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൃദയങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊന്നുകളയുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 31. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജെഫ്ത എവിടെ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിലിസ്ത്യരുടെ ആര് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 41. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ എന്ത് ഛേദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 42. നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നെഹമിയ. ക്വസ്റ്റ്യൻ നമ്പർ 43.
പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ എന്തിനു പാത്രമാകും? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഓനിയാസിന്റെ പുത്രനായ പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ദൈവം ആര് വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു വഴി. ക്വസ്റ്റ്യൻ നമ്പർ 47. ജനത്തിന് എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവേൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 48. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവനെ ഡാഷ് ചെയ്ത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 49. ആര് ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 50. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ആരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ തൻ്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന് എന്താണ് വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഹുമുഖ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 53. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡാഷ് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 56. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വെച്ച്? ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 58. എന്നാൽ അവൻ ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 59. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. തോബ് എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 61. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇസ്രായേൽക്കാർ ഡാഷിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 63. ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്തിനെ ഭയപ്പെടേണ്ട? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 65. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള എവിടേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 66. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ഡാഷ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശരീരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 68. അവർ അകത്തു കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഡാഷ് കണ്ടില്ല. ലൂക്ക 24-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 69. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 70. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ആരാണ് വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു കുരുടൻ. ക്വസ്റ്റ്യൻ നമ്പർ 71. അവൻ ഇത് പറഞ്ഞതിന് ശേഷം എവിടേക്കുള്ള യാത്ര തുടർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 72. ആ യുവാവ് അവൻ ആരെ പോലെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രനെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 73.
ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ആരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 74. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കുക? പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 75. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 76. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര് ന്യായാധിപന്മാർ 17-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്തുവഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 78. മരണമേ, തൻ്റെ സമ്പത്തിന് മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 79. കർത്താവിൻ്റെ എന്ത് വചനം വഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 80. തട്ടാൻ നിർമ്മിച്ച ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ആരുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 81. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രായിം ഡാഷ് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ഡാഷ്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15-ൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 86. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് സാംസണോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്?
ക്വസ്റ്റ്യൻ നമ്പർ 87. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആര് ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 89. പൂർവപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവിശ്വസ്തയായ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 92. ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ഡാഷ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോബ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 94. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 95. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഞാൻ ആഴ്ചയിൽ ഡാഷ് ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 100. യൂദായിലെ ബെത്ലഹേമിൽ വന്ന് പാർത്ത യുവാവ് ഏത് വംശജൻ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദാ വംശജൻ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്.
വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.